ഹലോ മക്കളെ, അസ്സലാമലൈക്കും. ഞങ്ങൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ആ എന്താ ഇന്നത്തെ പരിപാടി? എന്താ കയറോണ്ടൊക്കെ പരിപാടി അവിടെ ഇത് പൊട്ടിക്കണ്. ഏത് കൗക്കോല് പൊട്ടിയിട്ട് കുറച്ചൊക്കെ വെച്ചിട്ട് ഇപ്പൊ 5 റൂമുക്കും കൂടിയാണ്ട് പൊട്ടിക്കാണ്. ഇനി പൈമക്ക് എന്താ ഇത് കട്ടാൻ, ഈ ഷീറ്റ് കെട്ടാനല്ലേ, നെറ്റ് കെട്ടാനല്ലേ, പച്ച നെറ്റ്, അതിന് കയറുണ്ടാക്കാണ്. ഞങ്ങക്ക് കാട്ടിത്തരാം സംഭവം. നമ്മളെ ഈ റൂമിന്റെ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതാക്കണ് ഇവിടെ പൊട്ടിക്കുന്നുണ്ടോ? ഈ സാധനം പൊട്ടിക്കുന്നുണ്ടോ? പുറത്തുനിന്ന് കറക്റ്റായിട്ട് കാണാം. ഞാൻ പുറത്തുനിന്ന് കാട്ടിത്തരാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം അവിടെ കാണാണ്ടോ? അത് സൂം ചെയ്തോ. നോക്കോട്ടോ, എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുന്നുണ്ടോ? അതായത് അതുവരെ നേരെ വന്നിട്ട് ഉള്ളിക്കൊരു കുഞ്ഞിക്കണുണ്ടോ? അതായത് ഈ ഭാഗം ഉണ്ടായി നിക്കണുണ്ടോ? എവിടെ ഈ കൗക്കോല് പൊട്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ കുഞ്ഞു നിക്കണത്. അപ്പൊ നേരെ അമ്മമാരുടെ റൂമിന്റെ ഒക്കെ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ഓൾറെഡി പൊട്ടിക്കിടക്കുകയാണല്ലോ. അത് പൊട്ടി പൊളിഞ്ഞടാക്കാൻ വേണ്ടിട്ട് നമ്മൾ അടിയിൽ മറ്റേ പച്ച ഷീറ്റ് വിരിച്ചു കൊടുക്കണം. ആ പച്ച ഷീറ്റ് നമുക്ക് താങ്ങി നിന്നോളും. അങ്ങനെയല്ലേ അമ്മ? അങ്ങനെയാണ്. നല്ല വിലയുള്ള കയറോട് കെട്ടണം. നെറ്റ് ഉറപ്പാണ്, ഉറപ്പില്ലാണ്, പുതിയതാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യാൻ പോവാണ്. നമുക്ക് ആ സാധനം ഇവിടെ കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ആകെ സീനാണ്. ഇവിടെ ഒക്കെ പൊട്ടി നിക്കണുണ്ടോ? അതാണ് അവസ്ഥ. അവിടെയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മള് പറഞ്ഞത്. ഇന്ന് ആ ഷീറ്റ് ഇവിടെ വിരിച്ചാണ്. അപ്പൊ കുറച്ച് ഇതുണ്ടാവും. നമ്മളിപ്പോ തുടങ്ങാൻ പോവാണ്, പരിപാടി തുടങ്ങാണ്. മറ്റു ജനം കൂടെ കയറി വരും. തപ്പി പിടിച്ച് കയറിക്കൊന്ന ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെയാണ് പരിപാടി. അപ്പൊ പിന്നെ ഒരു ഗതികേടില്ല കയറാന്. അപ്പുറത്ത് കൂടെ കയറിഞ്ഞ് ഇങ്ങനെ നോക്കി ആ തൊട്ടി തരി. മമ്മ പേടിച്ച് കയറാൻ വന്നപ്പോ കയറും തരി. ഓന്റെടാ അതുണ്ട്, ചെതല് പിടിച്ചിട്ട് ആകെ പോയിക്കണേ. അത് ഇനി ഇതാക്കല്ലേ, പൊട്ടും. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഒരു താങ്ങിലാണ് നിക്കണേ. ഇമ്മ തൊട്ടാ പൊട്ടു. അയിമ പിടിച്ചല്ലേ. എങ്ങനെ കെട്ടാ ഉദ്ദേശിക്കണ്? അവിടെ മൊത്തത്തിൽ പൊട്ടിയിട്ടില്ലടാ. ഒക്കെ ചേത്തിലോട് ചങ്ങാത്തിക്കാണല്ലേ. മമ്മ ഷീറ്റ് എറിഞ്ഞു കൊടുക്കാണ്. ബൾബ് കൊടുക്കണോ? ഇവിടെ പൂച്ചെത്തിട്ട് ഇട്ട് കൊടുക്കണം കേസ്. നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു തൂണ് കണ്ടില്ല നിങ്ങള്? ഇതാണ് ഇപ്പൊ അത്യാവശ്യം നല്ല ഉറപ്പുള്ള ഉത്തരം. ഇതുമ്മന്നൊരു കെട്ട് ഇതേപോലത്തെ ഒന്നുണ്ട്, അയിമക്ക് കെട്ടി കൊടുക്കുക. അങ്ങനെ ആവുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടുന്ന് എന്തേലും ഇതൊക്കെ പൊട്ടിച്ചാടണമെന്നുണ്ടെങ്കിൽ നന്നായി നല്ല ടൈറ്റില് വലിച്ചു കെട്ടിയാൽ മതി. മറ്റാവുമ്പോ ഇതുമ്പോ തന്നെ കെട്ടിക്കഴിഞ്ഞാൽ എന്താ അറിയോ, പൊളിഞ്ഞാടും. നമുക്ക് ഇങ്ങനെ കേൾക്കാം. ഉമ്മാടെ വരി നമുക്ക് നല്ല ഉറപ്പുള്ള കാര്യം തരി. ഇതിന്റെ മുകളിലാട്ടോ തരല്ലേ. പറ്റ പോയിക്കണല്ലേ. തൊടാൻ പറ്റൂല ഗൈസ്. ഇതിലാകെ ഉറപ്പുള്ള ഏതറിയോ? ഈ മെയിൻ ആയിട്ടുള്ള ഉത്തരം മാത്രമേ ഉള്ളൂ നല്ല ഉറപ്പുള്ളത്. മമ്മ ഇവിടെ നിന്നാണ് ഫുൾ സപ്പോർട്ടും ചെയ്തവർക്കുണ്ട്. അവിടെ ഒന്നും കുടിച്ചാനും വെക്കൂല. അനക്കേ അവിടെ ഒന്നും പൊടിച്ചാൻ വെക്കൂല. ഞാൻ അതാ അടി പറ്റ പോയിക്കണടാ. പൊളിഞ്ഞാടത്. എടാ ആദ്യം ഒരു സൈഡ് കെട്ടിട്ടോ, ഒന്ന ഇവിടെ കെട്ടിട്ടാണ്ട് പോയിക്കോ. എന്നാ ശരി. പൈസ ഒക്കെ കയ്യിന് വയ്യാത്തോണ്ട് എനിക്ക് ഉന്താൻ പറ്റൂല.
ഇത് രണ്ടോളം പിടിച്ചാണ് അലമാര ഒന്ന് താങ്ങിക്കളാ ഒറ്റ പോയിക്കണതിന്റെ അവിടെ തള്ളുവാവോ തൊള്ളിക്കൊക്കെ മണ്ണാവും കുഴപ്പമില്ല. അങ്ങോട്ട് വേഗം കയറും ഞാൻ. അതില്ല എനിക്ക് ഇവിടെ എവിടെയൊന്നും പിടിക്കാനും പറ്റില്ലേ. ആ പുതിയ കേറി വെച്ച ചളിയാക്കി. ഇത് എങ്ങനെ വലിപ്പം നോക്ക്. ഇങ്ങനെ കെട്ടേണ്ടി വരും, ഇന്നലെ മാറിയുള്ളൂ. രണ്ടാക്കി കെട്ടണോ? മടലേ പിന്നെ മുറിച്ചേണ്ടി വരും. ഇതൊക്കെ പിന്നെ നമ്മൾ സെപ്പറേറ്റ് തേച്ചാട്ടോ. ഈ കാണൊക്കെ ചളി കൊണ്ട് ഇത് നടു മുറിച്ച അല്ല ഇങ്ങനെ വീഡിയോ ഒതുങ്ങൂല. കുഴപ്പമില്ല, ഞാൻ 2 റൗണ്ട് ആക്കേണ്ടി വരും. അങ്ങോട്ടൊന്ന് പോയിട്ട് ഇങ്ങോട്ട് ആക്കേണ്ടി വരും. മനസ്സിലായി. ഉള്ളുകൊട്ടാണ് ചെയ്യേണ്ടില്ലേ? ഞാൻ പറഞ്ഞ എങ്ങനെയാടാ, അതായത് ഈ 2 താളല്ലേ ആ ചെറിയ ഭാഗങ്ങള് അത് നേരെ എന്ത് ചെയ്യാ, ഇവിടുന്ന് ഇതിന്റെ ഉള്ളുക്കൂടെ നേരെ അതിന്റെ ഉള്ളുക്കൂടെ മനസ്സിലാണെങ്കിൽ ഇങ്ങനത്തോടെ ഇടുക. എന്നിട്ട് അടിയിൽ കൂടെ അങ്ങോട്ട് വലിച്ചാണ്ട് അടിഭാഗം അങ്ങനെ വലിച്ചെടുക്കുക. മനസ്സിലായോ? എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഇവിടെ കെട്ടിയാ എന്ത് ചെയ്യാ 2 തലേ. അപ്പൊ അവിടെ കെട്ടണ്ടേ? എവിടെ? അവിടെ കെട്ടൊന്നും വേണ്ടേ? അവിടെ എന്തിനു കെട്ടണേ? പിന്നെ വീതിയില് വെച്ചാ മതിയടാ. വീതിയില് നിക്കുന്നത് മനസ്സിലായി? ഇജ് നിർത്തി, ഇജ് 2 കൈ കൊണ്ട് നിർത്തിക്ക, ഞാൻ വേണ്ടടാ. അങ്ങനെ വെച്ചാ മതി, മനസ്സിലായോ? എടാ ഇജ് ഡ്രസ് ആയാലും തൂക്കിയിടൂലേ, അതേപോലെ എന്നിട്ട് 2 തല എടുത്താണ്ട് സൈഡിക്ക് വലിച്ച. ആ ഷീറ്റ് ഒരു തല അയച്ചതാ. നിർത്തി, നല്ലോണം നിർത്തി, വീതിയിൽ നിർത്തിക്കോ. പണി നടക്കൂല. നടക്കോളൂ, അതേ നടക്കുള്ളൂ, അല്ലാതെ ഞാൻ പറഞ്ഞ പണി എനിക്ക് ഇജ്ജുണ്ടോ? എന്നിട്ട് അങ്ങോട്ട് എത്തും വേണം. എന്നെ എത്തും. ഒരു സൈഡ് ഇതാക്കിയാ മതി, ഞാൻ പറഞ്ഞുതരാ. ഇതാക്ക്. ഞാൻ പറയുമ്പോഴേ ഉമ്മ ഒരു ചുറ്റികയും ആണി കൊണ്ടുവന്നി. അങ്ങനെ ഞാൻ ഇതിന്റെ മുകൾക്ക് കേറി ഒരു വിധത്തില്. എന്നിട്ട് ഏത് കൈകൊണ്ട് ഞാൻ വീടെടുക്കാൻ വേണ്ടി കയറിയതാണ്. ഉമ്മയുടെ അടുത്ത് ഫോൺ കൊണ്ടുവാ. നമുക്ക് എത്തോക്ക് അലമാര വിടുവോ? ഒരു ഇതൊന്നുമില്ല. മനസ്സിലായടാ? ഇവിടെ എങ്ങനെ മറ്റേ അത്ര പോന്നാലും മതി. ഓണ്ടാ അതൊക്കെ പതുക്കെ വെച്ചിട്ടുള്ളിന്റെ പൊന്നെ. അതൊന്നും ഉറപ്പില്ലാത്ത ചുമരാണ്. ഇവിടെ പണിയുണ്ട് കേട്ടോ. ഉമ്മ വാപ്പാന്ന് വിളിച്ചിട്ട് എന്താ കാര്യം? അങ്ങോട്ട് വെച്ചോ, ആദ്യം അവിടുത്തെ വെക്കാം. നമ്മളിവിടെ സെറ്റായിക്കൊണ്ടിരിക്കണേ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് വലിച്ചിരിക്കുകയാണ് കേട്ടോ. സെറ്റായിക്കൊണ്ടിരിക്കണേ. ഞങ്ങള് പറഞ്ഞില്ലേ പൊട്ടിയതാകണേ. ഇവിടെ കറക്റ്റ് നിങ്ങൾക്ക് കാണാം ഈ സാധനം പൊട്ടിക്കണേ. ഇവിടെ ഒന്നായിട്ട് തൂങ്ങിക്കാണ്ടോ ചെയ്ത അവസ്ഥ എന്താ കാണിച്ചിട്ട് ഇങ്ങനെ ഒന്നായിട്ട് തൂങ്ങിക്കോ. മെല്ലെ പൊടിച്ചപ്പോ ആകെ പൊടിയുണ്ട്. കാള് പൊയ്ക്കണേ ചോനെ, അവസ്ഥ ആകെ പൊയ്ക്കണോ. ഈ ഒരു കമ്പിന്റെ വെലത്തിലും കൂടിയാണ് നിക്കണല്ലേ. ആ ചെറിയ കമ്പിയാണ്, ആ ചെറിയ കമ്പിന്റെ വെലത്തിലാണ് ഈ ഓടുകൾ മൊത്തം നിക്കണത്. പ്രശ്നമുണ്ട്. കമ്പിയാണ്, കമ്പിയല്ല ഇതിന്റെ വെലത്തിലാണ് കമ്പി നിക്കണേ. ആ അത് ശരിയാണ്, ഓടിന്റെ വെലത്താണ് കമ്പി നിക്കണേ. സപ്പോർട്ട് ഉണ്ടായത് മാത്രമേ 2 ആൾക്കാര്. ഒരു മൂലൊക്കെ നമ്മള് കെട്ടിക്കണേ. അവിടെ കെട്ടിയോ? അതുപോലെ ഇങ്ങോട്ട് ടൈറ്റാക്കി വന്ന അങ്ങനെ നമ്മളിവിടെ വലിച്ചാണ്ട് കെട്ടിട്ടോ. കുറച്ച് ഫോണപ്പത്തിന് ഹീറ്റ് ആയിയാണ് ഫ്രിഡ്ജിലോണ്ട് വെച്ചിക്കണി. സീനാണ് അവിടെ നിക്കണവര്. അലമാരിന്റെ മോൾ ഭാഗം കേട്ടത് എന്തല്ലേ ചതഞ്ഞു പോയി ഗൈസ്. ഒന്നും അറിയാതെ വല്യമ്മ കുഞ്ഞേ ഇവിടെ കയറിട്ടിട്ട് അങ്ങോട്ടേക്ക് വെച്ചിടണം കേട്ടോ. ഈ ഭാഗത്ത് അങ്ങനെ ഒരു വരു വേണം, ഈ ഭാഗത്തേക്ക് വേണം. അല്ലെങ്കിൽ കുഞ്ഞു അത് മതിയോ?
ഒന്നും ഇവിടെ ആക്കാം ഫുള്ളാണ്ടാവും കയറ് കിട്ടിയിട്ട് കമ്പിമൊക്കെ കെട്ടിട്ടോ. കുറച്ച് കയറാലും പൊളിഞ്ഞു പോരുള്ളൂ. ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ സെപ്പറേറ്റ് കെട്ടിയതാണ് കേട്ടോ. കുറച്ച് ഹൈറ്റിൽ ചളിയൊക്കെ വാരി പൊത്തിയാണ്ട് കണ്ടോ. ഇവിടെ സെപ്പറേറ്റ് പാടയൊക്കെ കാണാൻ നിലത്തുണ്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ പിന്നെ കെട്ടിയതാണ്. ഈ ബൾബൊക്കെ വരുന്ന ഈ ഭാഗമൊക്കെ ഇതാണ് ഞങ്ങളെ പേരിന്റെ മോൾ ഭാഗം കേട്ടോ. മലയാളികൾ കുറവാ ഇവിടെ. പമ്പ് വെള്ളം വെച്ചാൽ വലിയുള്ളൂ. പടി കെട്ടാക്കാൻ പറ്റും. അലമാരുണ്ടായിട്ട് വെച്ചില്ലേ. അലമാരുടെ കോട പൊക്കിയാല് അലമാര അല്ലെങ്കിലേ പോയിക്കണേ. ഇത് എത്ര കൊല്ലായി മമ്മ അലമാര? മമ്മ 7 കൊല്ലം മുറ്റിച്ച് കിടക്കുന്ന എന്നിട്ട് വാങ്ങിയാല് 7 കൊല്ലല്ലേ. ഓവർ നേരം ഇതിന്റെ മുകളിൽ നിൽക്കണതും ഡേഞ്ചർ ആണ്. എങ്ങാനും പാടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ഗൈസ് ഞങ്ങൾക്ക് ഒരു കാര്യം കാട്ടിത്തരാം. ഞങ്ങളെ പണ്ടത്തെ ഇസ്തിരിപ്പെട്ടിയാണ് കേട്ടത്. ആരേലും പെരിയിൽ ഈ സാധനം ഉണ്ടെന്നുണ്ടെന്ന് കമന്റ് ചെയ്യണേ. പണ്ടത്തെ ഇസ്തിരിപ്പെട്ടിയാണിത്. സെറ്റ് സാധനമാണ്. അത് കൊടുക്കണം. ഏത് ഇസ്തിരിപ്പെട്ടിയോ? അത് കൊടുക്കണ്ട. അതങ്ങനെ കൊടുക്കരുത്. അതൊക്കെ റയർ പീസാണ്. അതൊക്കെ നമ്മൾ എടുത്തത്. അതെ പണ്ടത്തെ ഇരുമ്പോ അല്ല ചെമ്പോ പിച്ചള എന്താണ് ഇപ്പൊ അങ്ങനത്തെ കിട്ടാനല്ല. കൊടുക്കരുത്. അതാണ് പറഞ്ഞത്, കൊടുക്കരുത്. അതെ ആ പാപ്പേ പിന്നെ സ്കൂൾക്ക് പോയി അവന് ഡ്രൈവിങ്ങിനോ കിളിയായി പോയി. അപ്പൊ ആ പാപ്പാക്ക് എന്നും സ്ത്രീ ഇടണം. അപ്പൊ എന്നിട്ട് ഞാൻ എന്നും പോയി എന്നും പോയി ഞാൻ താഴത്തേക്ക് വായിക്കും അങ്ങനെ. അതിലൊരു ദിവസം തേച്ചില്ല. എന്ത് ചോദിച്ചു തേക്കാൻ ചോദിച്ചു. ഞാൻ വന്ന് തേക്കണെങ്കിൽ സ്ത്രീ പെട്ടില്ലാന്ന്. പിന്നെ വന്നപ്പോ കൊണ്ടുവന്നു ഇതിലേ വൈകുന്നേരം വന്നപ്പോ സ്ത്രീ പെട്ടി കൊണ്ട് അങ്ങനെ കൊണ്ടുവന്നാലത്. അപ്പൊ പിന്നെ തേക്കൽ തുടങ്ങി. അതാണ് അങ്ങനെ കൊണ്ടുവന്നാണ് കേട്ടോ. ആ പാപ്പ കൊണ്ടുപോയി കൊടുത്ത സ്ഥിരപ്പെട്ടിയാണിത്. സംഭവം കേട്ടോ. സ്ഥിരപ്പെട്ടിയാണ്. കിണ്ടികളൊക്കെ ഉണ്ടായി. ഇതാണ് കേട്ടോ ഗൈസ് ഇസ്തിരിപ്പെട്ടി. ഇതാണ് ഞങ്ങളെ ഇസ്തിരിപ്പെട്ടി. സെറ്റ് സാധനം. അത് യൂസ് ചെയ്യണം ഇനി നമുക്ക്. പിടി വെച്ചാ പോരെ? ഇപ്പൊ ആരും വെക്കാണ് അതിനൊക്കെ പിടി മതി. സെറ്റാണ്. എവിടെക്കട മുട്ടിലഴിഞ്ഞു പോണു. അവിടെ നീച്ചിക്കാൻ പോയിക്കൂല. എന്ത് പിന്നോടൊന്ന് കാട്ടുക. ഞാൻ തല തട്ടി തട്ടിയായി ലൂസാവും. അവസ്ഥയാണ് ഗൈസ് അവസ്ഥ. ഗൈസ് ഇവിടെ ഓനക്ക് നിക്കാൻ വേണ്ടിട്ട് ഇമ്മയും അലമാര നീക്കാണ്. അടിയൊക്കെ പറ്റി പോയിക്കണ അലമാരുടെ. അതാ ഞാൻ പറഞ്ഞ അലമാര നീക്കണ്ട. നീക്കി കഴിഞ്ഞ പണിയാവുന്നു. അലമാരിന്റെ പണി കഴിഞ്ഞോട്ടോ. അങ്ങനെ പോണേ കയറിത്താൻ കാല് കടങ്ങിട്ട് നിൽക്കാൻ. ചോട്ടിലേ അല്ലാണല്ലോ. പിന്നെ നമ്മളെ മരപ്പലക എന്തേലും സ്റ്റീലിന്റെ ഒന്നും എടുക്കരുത് കേട്ടോ. അലമാരല്ലേ ഇങ്ങനത്തെ സ്റ്റീലിൽ എന്താ കാറ്റ പടച്ചോനെ പറ്റുപോയി. എന്ത് തടി എവിടെ വെക്കണ തടി? ആ സാധനം പിടിച്ച് വലിച്ചാൽ പോയി. നാളെ ഞാൻ ഇതാക്കിയിട്ട് ആട്ടം പിടിച്ച് വലിച്ചിന്. ഓക്കെ വലിയൊരു അങ്ങോട്ട് മതി. ബലം ഫുള്ളായി കൊടുക്കണ്ട. ഇങ്ങനെ നമ്മളെ പണി തീർന്നു. ഞാനാക്കി വെച്ചിട്ടുണ്ട് ഒരു വിധത്തില്. സെന്റർ ഇത് മോൾ ഭാഗമല്ല. ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു. കൈഭാഗം ഓക്കെ ആക്കി വെച്ചിക്കണോ. ഞാനുള്ളൂ ബാ നിന്നെ ഇറങ്ങിക്ക. പറ്റ പോയിക്കണേ. ഇതിപ്പോ മറിയുമ്പോ
എനിക്ക് മഞ്ഞ കിടക്കി അത് മറിയാണെങ്കിൽ ഇങ്ങോട്ട് പോയി അവിടെ നിന്നോട്ടെ. ഗൈസ് അങ്ങനെ പണി കഴിഞ്ഞു. ഇല്ലേ ഏത് ഇത് അവിടെ എന്താണ് അവിടെ കാണുന്നില്ലടാ. നമുക്കൊരു ബ്രേക്കിന് ശേഷം വെള്ളം കുടിക്കട്ടെ. അതെ വെള്ളം കലക്കിയിട്ടില്ലാന്ന്. അടുക്കള ഗൈസ് ഇവിടെ തന്നെയാണ്. അടുക്കളയാണ് കാണുന്നത്. ക്യാമറ വെക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ. പ്രാങ്ക് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഇത് കെട്ടിയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കി ഇതേപോലെ കെട്ടിച്ചാണ് ഈ സാധനം. അത് കണ്ടോ പൂച്ചാള് കേറി ഇരുന്നിട്ടാണ് അങ്ങനെ തൂങ്ങിക്കണേ. കണ്ടോ നല്ല തൂങ്ങില് തൂങ്ങിക്കണം പൂച്ചാള് കേറിയിട്ട്. ഇതുമ്മക്കൂടെയും കേറാൻ വന്നാൽ മതി. ഗൈസ് നമ്മളെ വെള്ളം വരുന്നുണ്ട്. ഞാൻ കലത്തിന്റെ മുകളിലിരിക്കണേ. വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കാണ്. അപ്പത്തിന് പണി തുടങ്ങി. വീണ്ടും മട വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇരുന്ന സ്ഥലം ഇതാണ് കേട്ടോ. കുടുക്കണ്ട ഇത് ആകെ ചമ്മി അറിയില്ല. ബിരിയാണി ചെമ്പാണ്. ബിരിയാണി ആയിപ്പോ അതില്. ഇതേ ഒന്നും മാറും കൂടെ അടുപ്പിക്കാൻ പറ്റുമോ? നിക്കണ ഭാഗം പൊട്ടിയാൻ അടിക്കാൻ പോണ പോയിക്കൊണ്ടിട്ടോ. ബലം കൊടുക്കണെങ്കിൽ ചുമന്റെ വലത്തിൽ നിൽക്ക്. ഇന്റെ കാലിന് ബലം മാറ്റൂട്ടിയേ നീക്കണെങ്കിൽ ഞാൻ ഈ 1.5 കാലിയിട്ട് ഇത് പൊന്തിച്ചാ പൊന്തി എങ്ങനെയാടാ. ഇമ്മമ്മ അടിയാണ് നീക്കണേ മേൽഭാഗല്ല. അവിടെ നിക്കട്ടോ. ആ അങ്ങനെ അതേപോലെ കേട്ടു. അയ്യോ ഏകദേശം നിന്നില്ലേ? ഇവിടുന്ന് അനക്കരുതട്ടോ. ഇനി ഇവിടെ തന്നെ മതി. എന്റെ കാല് വെച്ച ഭാഗം നോക്കട്ടോ. ഒരു പല കെട്ടിക്കണ്. ആണില്ല പല കൊണ്ടന്ന് ഞൈമ ചൊട്ടിട്ട് ആണി കാൽമ കുത്തിയിട്ടാണോ അടുത്ത പണി ഉണ്ടാവാ. ആണോ ഇവിടെ നല്ല ആണി അടിച്ചു കൊടുക്കാണ്. ഇവിടെ ഇങ്ങനെ മാറാലാക്കണ ആളെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇവിടെ ഇവിടെ കണ്ടോ ഒരു പേട്ടാവളിയനെ കണ്ടോ? ഈ പേട്ടാവളിയനെ കേട്ടോ ഇങ്ങനെ മാറാലാക്കണ്. ബം മണ്ടക്ക് മേടി വിട്ടാണ്ടല്ലോ ഇവന്റെ പണിയാണിത്. ഉണരു ഉപഭോക്താവേ ഉണരു ഉണരു. ഗായ്സ് അങ്ങനെ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ഞാൻ കാട്ടിത്തരാം. എങ്ങനെയുണ്ട് നമ്മളെ ഫൈനൽ ലുക്ക് നിങ്ങൾ നോക്കിയിട്ട് പറയണേ കേട്ടോ. ഇതാണ് ഇപ്പൊ നമ്മള് ചെയ്ത സീലിങ്ങിന്റെ വർക്ക്. അലമാര എങ്ങനെ ചെയ്യണ്ടോ ഗൈസ്? അതൊക്കെ പൊളിഞ്ഞടാ. അതായത് ഇനിയിപ്പോ പുതിയ പേരേക്ക് നോക്കിയിട്ട് കാര്യമുള്ളൂ. അടിച്ചു പോയിക്കണതൊക്കെ. എന്തായാലും ഗൈസ് വർക്ക് നൈസായി. കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇത് കഴിഞ്ഞു കിട്ടി. എങ്ങനെയുണ്ട് മാമ? അടിപൊളിയായിക്കണോ? എങ്ങനെയുണ്ട് ഇപ്പൊ? ഇനി ഓട് കൊയിഞ്ഞാടുവോ? ഇഞ്ഞോട് കഴിഞ്ഞാടിയില്ല ചാക്കിലും വലിയിലേക്കൂലേ? അതുകൊണ്ട് പിന്നെ ഒന്നൊക്കെ ചാടുള്ളൂ. ഒപ്പം ചാടുമൊക്കെ പാടെ. അങ്ങനെ ഉണ്ടാവില്ല. പൊട്ടാണെന്നുണ്ടെങ്കിൽ അയിമ തടഞ്ഞു നിന്നോളൂല്ലേ? കുഴപ്പമില്ലാഞ്ഞു നിന്നോളൂ. ആന്ന് അപ്പത്തിന് എന്താ ഉള്ളി ഇതൊക്കെ അരിയാൻ കൊണ്ടേ കൂട്ടാനൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നിപ്പോ പെരപ്പണി ആയതുകൊണ്ട്. അതെന്താ മുന്തിരിയോ? അത് മുന്തിരി. പണി എങ്ങനെയുണ്ട്? ഇത് കണ്ടോ? എന്താണ് വേസ്റ്റോ? ഓ ഗൈസ് ഞങ്ങളെ ടെന്റ് ഞങ്ങള് ടെന്റ് ഒക്കെ അടിച്ചാൻ പോയ ടെന്റാണ്ട്. മറ്റോണക്കിനോട് അലമാര തച്ചു പൊളിച്ചത് കത്തിയോണ്ടൊക്കെ കുത്തി പൊളിച്ചേക്കണ്. എന്തൊക്കെയാണ്
അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് നിർത്താൻ പോവാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ഇടണം. അതിലെല്ലാവർക്കും ബൈ ഗൈസ്. സലാം പറഞ്ഞാണ് എല്ലാവരോടും. അടുത്ത വീഡിയോയില് കാണാറേ, അടുത്ത വീഡിയോ കാണാം അല്ലേ അമ്മ? അടുത്ത വീഡിയോയില് നോക്ക് ഇതേ ഇത് ഇവിടെ റാന്ന് പോലൊക്കെയാണ് ഇതിന്റെ ഭാരം കൊണ്ട്. അപ്പൊ ഞാൻ അടിയിൽ ഒരു വടി കുത്തി കൊടുത്താ വടിയ കുത്തി കൊടുത്തത് സെറ്റപ്പ്. അടുത്ത വീഡിയോ കാണാറേ. ഹായ് ഹലോ അസ്സലാമലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്.